ഹലോ ഗായ്സ്, വെൽക്കം ടു ചാനൽ. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എയർപ്ലെയിൻ്റെ ആണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എയർപ്ലെയിൻ്റെ ഇഷ്ടമല്ലേ? അപ്പോൾ ഞാൻ എയർപ്ലെയിൻ്റെ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്ന മുമ്പ് നിങ്ങൾ ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. വരും നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു പേപ്പർ എടുക്കാം. ഏത് പേപ്പർ ആയാലും കുഴപ്പമില്ല, A4 ഷീറ്റ് ആയാലും കുഴപ്പമില്ല, ഈ ലൈനുള്ളത് ആയാലും കുഴപ്പമില്ല. ഞാൻ ലൈനുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇങ്ങനെ മടക്കാൻ പോവാണ്. നമുക്ക് ഒരേ ഇതിലും ഒരേ സൈസിലുമാണ് നമുക്ക് ഇത് ചെയ്യണ്ടേ. കണ്ടതാ ഇതേപോലെ നമുക്ക് എടുക്കണം. നല്ല തിക്കായിട്ട് കൈ വെച്ചിട്ട് നല്ല അടിയാക്കണം. അപ്പോളെ ഷേപ്പാണുള്ളൂ. ഇപ്പം നമുക്ക് തിരിച്ച് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കണ്ടില്ലേ, ഇവിടെ നല്ല ഷേപ്പാണ്. ഇപ്പം നമുക്ക് ഇത് ഇങ്ങനെ കോണത്തിൻ്റെ ഷേപ്പ് ഇത് ഇങ്ങനെ ചെയ്യാം. അതേപോലെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ചെയ്യുന്നത്. ട്രയാങ്കിൾ പോലെ ചെയ്യണം കേട്ടോ. ആ ലൈന് നമ്മൾ ആദ്യം ഇങ്ങനെ മടക്കിയില്ല, ആ ലൈനിൽ തന്നെ നമുക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നമുക്ക് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്തില്ലേ, അതേപോലെ സെയിം ടു സെയിം ആയിട്ട് അടുത്തതിലും നമുക്ക് ചെയ്യാം. ഈ എയർപ്ലെയിൻ ഉണ്ടാക്കാൻ കുറച്ചൊക്കെ ഈസിയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് രണ്ട് സൈഡിലും ചെയ്തു. എന്നിട്ട് ഇവിടെ അല്ലേ, ഇത് നമുക്ക് ഇങ്ങനെ മടക്കാൻ പോവുകയാണ്. ഞാൻ മടക്കി കാണിക്കാം. ഇങ്ങനെയാണ് നമ്മൾ മടക്കണ്ടേ. ഇങ്ങനെ വെച്ച് അങ്ങനെ മടക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് മടക്കണം. ആദ്യം ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് ചെയ്യണേ. ഓക്കെ, തിക്കായിട്ട് തന്നെ ചെയ്യണം. കണ്ടൂലേ, ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യണ്ടേ. അതേപോലെ സെയിം ഇവിടെയും ചെയ്യാം. ഇങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ നമുക്ക് ഇവിടെയും ചെയ്യാം. ശരിക്ക് വെച്ചിട്ട് വേണം ചെയ്യാൻ. ലൈൻ കാണും. ഓക്കെ, അതേപോലെ നമുക്ക് ഇങ്ങനെ എടുത്തു ഗായ്സ്, രണ്ട് കയ്യിലും സെയിം. എന്നിട്ട് നമുക്ക് അത് ആദ്യം നമ്മൾ മടക്കിയില്ലേ, അതേപോലെ ഇങ്ങനെ അങ്ങോട്ട് മടക്കാം. ഒരേ സൈസിൽ. ഓക്കെ, കുറച്ച് പാടാം. ഇപ്പം നമ്മൾ ഒരേ സൈസിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടല്ലോ, ഇതെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഇവിടെ കുറച്ചൊക്കെ ഹാർഡായിട്ടുണ്ടാവും പേപ്പർ. ഒരേ സൈസിൽ വേണം ചെയ്യാൻ.
ഇതാട്ടോ. അപ്പം അതങ്ങനെയാണ് നമുക്ക് മടക്കണ്ടേ. അതേപോലെ നമുക്ക് ഇവിടെയും നമുക്ക് മടക്കാം. അതേപോലെ സെയിം ടു സെയിമിൽ നമുക്ക് അതേ സൈസ് കണ്ടോ. നമ്മൾ മടക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ഇങ്ങനെ ഈ രണ്ട് സൈഡും ഇതങ്ങനെ ആക്കാം. കണ്ടോ. എന്നിട്ട് ഇവിടെ നടുക്കുണ്ടല്ലോ, ഇത് നമുക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് എങ്ങനെയത് പറക്കണമെന്ന് നോക്കിയാലോ. വരൂ, നമുക്ക് എങ്ങനെ പറക്കാനെന്ന് ഞാൻ ഇപ്പോൾ പുറത്തേക്കാണ് വന്നിരിക്കുന്നത്. വരൂ, നമുക്ക് എത്ര ദൂരം ആക്കണ്ടെന്ന് നോക്കാം കേട്ടോ. ഇതാണ് എൻ്റെ പുറത്തുള്ള ഗ്രൗണ്ട്. നമുക്ക് എത്ര വരെ പോകണ്ടെന്ന് നോക്കിയാലോ. വരൂ, അത് വരെ പോയിട്ടുള്ളൂ. ഞാൻ അന്ന് ചെയ്തപ്പോൾ ഇവിടെ വരെ പോയിരുന്ന ഇവിടെ ഇല്ലേ, അത് വരെ പോയിരുന്നു. ആ ചെമ്മറ് വരെ പോയിരുന്നു ഗായ്സ്. ഒന്നും കൂടി നമുക്ക് ആഴാക്കിയിട്ട് ഇങ്ങനെ ചെയ്തേക്കാം. ആയിട്ടില്ല, ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ട്രൈ ഒക്കെ ചെയ്താൽ കിട്ടൂലേ, അതുകൊണ്ട് കണ്ടോ. അതാ വാഷ് നമ്മൾ ഇവിടെ വരെ പോയി ഗായ്സ്. സീനായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ, സീ യു. ഞാൻ അടുത്ത വീഡിയോയിൽ നല്ല ഒരു പ്രൊജക്റ്റായി ഞാൻ വരാം കേട്ടോ. ബൈ.